നല്ല സോഫ്റ്റ് ആയിട്ട് പഞ്ഞിക്കെട്ട് പോലെയുള്ള ഒരു വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കുന്നത് ശർക്കര വെച്ചിട്ടുള്ള വട്ടയപ്പമാണ്. സാധാരണ നമ്മൾ പഞ്ചസാര വെച്ചിട്ടാണ് ഉണ്ടാക്കാറ്. എന്നാൽ പഞ്ചസാരയൊന്നും കഴിക്കാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ട് നല്ല ഹെൽത്തി ആയിട്ടാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ അരി അരച്ചിട്ട് ഒരു അരമണിക്കൂർ കൊണ്ടാണ് ഈ വട്ടയപ്പം ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇതാ ഞാനൊരു കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. അപ്പോൾ പച്ചരി ഒരു 4 മണിക്കൂർ കുതിർത്ത് വെച്ചതാണ്. അപ്പോൾ ഇനി നല്ലപോലെ ഒന്ന് കഴുകിയതിന് ശേഷം നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു കപ്പ് പച്ചരിക്ക് നമ്മൾ ചേർക്കുന്നത് ഒരു 1/4 കപ്പ് തേങ്ങയാണ്. അപ്പോൾ തേങ്ങ നമ്മൾ ആ ഒരു കുറച്ച് വൈറ്റ് പാർട്ടൊക്കെ എടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ എടുക്കുക. ബ്രൗൺ പാർട്ട് ഉണ്ടായിക്കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ വൈറ്റ് കളറിലുള്ള വട്ടയപ്പം എല്ലാം ഉണ്ടാക്കുന്നത് നമ്മൾ ശർക്കര വെച്ചിട്ടാകുമ്പോൾ കുറച്ചൊരു ബ്രൗൺ കളറുള്ള വട്ടയപ്പമാണ്. അതുകൊണ്ട് വൈറ്റ് പാർട്ട് തന്നെ എടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല. അതുപോലെ അരക്കപ്പ് ചോറും പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇത് കുറച്ചൊരു മധുരമുള്ളതായതുകൊണ്ട് തന്നെ ഏലക്കാപ്പൊടി ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർക്കുന്നത്. അത് ചേർക്കുന്നത് ഒരു ചെറിയൊരു ടീസ്പൂണിൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത്ര അളവ് വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ പകുതി ചേർത്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയതുകൊണ്ടാണ് ഞാനിതിൽ അരക്കുമ്പോൾ ചേർക്കുന്നത്. അപ്പോൾ ആക്റ്റീവ് ഡ്രൈഡ് ഈസ്റ്റൊക്കെ ആണെങ്കിൽ നിങ്ങൾ ചൂടുവെള്ളത്തിൽ കുറച്ച് സമയം ഒന്ന് പൊങ്ങാൻ വേണ്ടി വെച്ചിട്ട് മാത്രം നമ്മൾ ആ മാവിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്തിട്ട് ഇതാ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് വെള്ളം ചേർത്തിട്ടല്ല ഈ സമയത്ത് അരക്കുന്നത്. ഇനി നമുക്ക് ഒരു 2 കഷ്ണം ശർക്കര ഒന്ന് ഉരുക്കാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ ഇതാ ശർക്കര നന്നായിട്ട് ഉരുകിയതിന് ശേഷം നമ്മൾ നല്ലപോലെ ഒന്ന് തണുപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ചൂടോടുകൂടി മിക്സിൻ്റെ ജാറിലേക്ക് ഒഴിക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ ചൂടോടുകൂടി അരിയിൽ ഇത് ഒഴിച്ചിട്ട് നമ്മൾ അരക്കുന്ന സമയത്ത് അരി നന്നായിട്ട് അരിഞ്ഞ് കിട്ടൂല. അതുകൊണ്ടാണ് നമ്മൾ അരി ആദ്യം കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ല തിക്കായിട്ടൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവന്നത്. അപ്പോൾ അത് നമ്മൾ ശർക്കര പാനി നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കിതിലേക്ക് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ശർക്കര പാനിയാക്കുന്ന സമയത്ത് നമ്മൾ ഒറ്റനൂൽ പരുവൊന്നും ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ ഈ ശർക്കര പാനി നമ്മളെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. കുറേശ്ശെ നോക്കിയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നല്ല പേസ്റ്റ് പോലെ തന്നെ ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അരച്ചെടുത്ത് കൊണ്ടുവന്നത് നമുക്കിതാ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഞാനിതാ ബൗളിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അരി അരക്കുമ്പോൾ നല്ലോണം അരച്ചെടുത്താൽ മാത്രമേ നമ്മളെ അപ്പം നല്ല സോഫ്റ്റായിട്ട് പൊങ്ങി വരികയൊക്കെ ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മാവ് എന്ന് പറയുന്നത് കുറച്ചൊരു കട്ടിയുണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയധികം കട്ടി വേണ്ട. ഇനി നമുക്ക് കുറച്ച് മിക്സീൻ്റെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചാൽ മതി. അതും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു ലൂസിലാണ് നമ്മൾ മാവ് കലക്കിയെടുക്കുന്നത്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിപ്പോൾ കുട്ടികൾക്ക് വൈകുന്നേരം ചായക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അരമണിക്കൂർ കൊണ്ട് തന്നെ നമ്മൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റൊക്കെ ചേർക്കുന്നത് കൊണ്ട് ഇത് നമുക്ക് റെഡിയാക്കാനും പറ്റും. അപ്പോൾ വളരെ ടേസ്റ്റിയാണ്. അതുപോലെ ഷുഗറൊക്കെ ഉള്ളവർക്കൊക്കെ നമ്മൾ പഞ്ചസാര കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ഈ അപ്പം നമുക്ക് കൊടുക്കാൻ പറ്റുകയും ചെയ്യും. അപ്പോൾ നമ്മളിത് പൊങ്ങാൻ വേണ്ടിയിട്ട് ഒരു അരമണിക്കൂർ മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഇതാ അരമണിക്കൂറിന് ശേഷം നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മളെ മാവ് നല്ലപോലെ തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും നമ്മൾ ഒരു ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്തുകൊണ്ടാണ് കുറച്ച് നന്നായിട്ട് തന്നെ പൊങ്ങി വന്നത്. അപ്പോൾ എന്നാലും ആ ഒരു ഈസ്റ്റിൻ്റെ ചുവയൊന്നും ഇതിനില്ല. അപ്പോൾ നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് കുത്തി ഇളക്കി മിക്സ് ചെയ്യേണ്ട. അപ്പോൾ ആ പൊങ്ങി വന്ന ബൗളൊക്കെ ഒന്ന് താണു പോകും. പിന്നെ നമുക്ക് അപ്പം സോഫ്റ്റായി കിട്ടൂല. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനിതിൽ അരക്കുമ്പം ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കുന്നതല്ലേ, അരമണിക്കൂർ കൊണ്ട് ഉണ്ടാക്കുന്നതല്ലേ. അപ്പോൾ പിന്നെ അരക്കുമ്പോൾ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മാവ് ഒരുപാടങ്ങ് പുളിച്ച് പൊങ്ങുമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് അരക്കുന്ന സമയത്ത് തന്നെ ചേർത്ത് കൊടുത്തത്. ഇനി നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് ഇത് ആവിക്ക് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനൊരു ഇതുപോലുള്ള പാത്രം വെച്ചിട്ട് അതിലൊരു സ്റ്റാൻഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് എന്നിട്ട് അതിൻ്റെ മേലെ വെളിച്ചെണ്ണ തടി ഒരു പാത്രം വെച്ച് കൊടുത്തിട്ട് അതിലേക്കാണ് മാവ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് കട്ടിയിൽ തന്നെയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ പ്ലേറ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ഇങ്ങനെ മാവ് ഒഴിക്കുമ്പോൾ അതങ്ങ് പരന്ന് പോയിട്ട് പിന്നെ കുറച്ചൊരു തിക്നെസ് നഷ്ടപ്പെടും. അതുകൊണ്ട് കുറച്ചധികം മാവ് ഒഴിച്ചിട്ട് തന്നെയാണ് നമ്മൾ ഒരു നല്ല കട്ടിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നത്. നമുക്കിനി മൂടി വെച്ചിട്ട് ഇത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 10 മിനിറ്റോളം കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ 10 മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോൾ എല്ലാം നന്നായിട്ട് തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട്. എന്നാലും നമുക്കൊരു മിനിറ്റും കൂടി ഒന്ന് വെക്കണം. കാരണം ഇതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് കിസ്മിസൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അണ്ടിപ്പരിപ്പോ അല്ലെങ്കിൽ കറുത്ത മുന്തിരോ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഞാൻ ഒരു മിനിറ്റും കൂടി ഇതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അതൊന്ന് സ്റ്റിക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒരു മിനിറ്റും കൂടി ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ ശർക്കര വെച്ചിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള നമ്മളെ വട്ടയപ്പം ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ക്രിസ്മസ് ഒക്കെ ആവാനായില്ലേ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക.
അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഇതുപോലെ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കുത്തി നോക്കാം. അപ്പോൾ ഇതൊക്കെ ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതായത് നമ്മളെ ഇത് അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് തണുക്കാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കണം. അപ്പോൾ നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ഈ പ്ലേറ്റിൽ നിന്ന് എടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അടിയിൽ നിന്നൊക്കെ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ഈ ഒരു സമയത്ത് നമ്മൾ തൊട്ട് നോക്കുമ്പോൾ അങ്ങനെ സ്റ്റിക്കി ആയിട്ടോ അങ്ങനെ ഒന്നുമില്ല, എല്ലാം നന്നായിട്ട് തന്നെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ അരി കുതിർക്കാൻ മറന്നു പോവോ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അരിപ്പൊടി വെച്ചിട്ട് നല്ല സോഫ്റ്റായിട്ട് ഇതുപോലെയുള്ള വട്ടയപ്പം തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ നല്ല നൈസായിട്ടുള്ള പത്തിരിപ്പൊടിയൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആ ഒരു വട്ടയപ്പം തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ സെയിം അളവ് തന്നെ 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ട് ബാക്കിയുള്ള ചേരുവകളൊക്കെ സെയിം അളവിൽ എടുത്താൽ മതി. അപ്പോൾ ഇതാ നമ്മളെ വട്ടയപ്പം നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് പ്ലേറ്റിൽ നിന്ന് മാറ്റിയെടുക്കണം. അല്ലെങ്കിൽ ഇങ്ങനെ എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഇതേപോലെ തന്നെ ഇതിൽ നിന്ന് കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കുട്ടികൾക്കൊക്കെ കഷ്ണാക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെയൊക്കെ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റായിട്ടോ അല്ലെങ്കിൽ ഈവനിങ് സ്നാക്കായിട്ടോ ഒക്കെ തയ്യാറാക്കി നോക്കുക. ഇതാ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. നല്ല അയറൊക്കെ വീണിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്, നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ നിങ്ങളെന്തായാലും കുട്ടികൾക്ക് ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി തയ്യാറാക്കി കൊടുക്കുക. അപ്പോൾ ഈ ഒരു ക്രിസ്മസിന് എല്ലാവരും തയ്യാറാക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ വട്ടയപ്പത്തിൻ്റെ ഒരു റെസിപ്പി കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്, അതും കാണാൻ മറക്കരുത്. അപ്പോൾ അതെന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഈസ്റ്റോ ഈനോയോ അതുപോലെ സോഡാപ്പൊടി ഒന്നും ചേർക്കാണ്ട് നമ്മൾ കള്ളി വെച്ചിട്ടുണ്ടാക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അരിപ്പൊടി വെച്ചിട്ട് പഞ്ചസാര വെച്ചിട്ടാണ് ചെയ്യുന്നത്. അത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ നമുക്ക് വേറൊരു റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക്